അമേരിക്കയ്ക്ക് മുൻപിൽ മുട്ടുവിറയ്ക്കുന്ന പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ മുൻപിൽ മുട്ടുവിറയ്ക്കുന്ന മുഖ്യമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന പ്രിയങ്ക ഗാന്ധി. എടക്കരയിൽ ആര്യടൻ ഷോക്കത്തിന്റെ പ്രചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്രവും കേരളവും കുറെ കാലമായി ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. രണ്ടുപേരും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാതെ കുത്തകകളെ സംരക്ഷിക്കുകയാണ്. ബിജെപിയെയും മോഡിയെയും വിമർശിച്ചതിന്റെ പേരിൽ തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യത്ത് എല്ലായിടത്തും കേസെടുക്കുകയാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസ് പോലുമില്ല. ഇത് ഇവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതാണ്. 2 വർഷത്തോളമായി ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട്ടിലെ ആദിവാസികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കി നിരവധി കത്തുകൾ എഴുതുകയും നിരന്തരം ഇടപെടൽ നടത്തുകയും ചെയ്തു. എന്നാൽ കേന്ദ്രവും കേരളവും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഗൗരവമായി കാണുന്നില്ല. കേന്ദ്ര സർക്കാരിന് നൽകുന്ന കത്തുകൾക്ക് മറുപടി പോലും ലഭിക്കുന്നില്ല. I've gone into the jungles and seen how the tribal communities are living. I've met the Chola Nayakas, seen how they are still living in caves, and how if they fall sick or they have a health problem, it's very difficult for them to access any facility at all. Last time I was here, I went to a pottery village, and they also told me their own specific problems. And if I look at, on the whole, if I look at every community, everybody is facing struggles. Everybody is having a more difficult time trying to earn than they had before. And for us, whom you elect as your representatives from the opposition parties, like me and Aryandanji, it's truly frustrating, because we want to do work. We want to solve the problems. We want to help you. We want to support you. But beyond a point, unless we have support from the state government, from the central government, it becomes difficult. We'll try our best, but something will get stuck at the level of the state government. And I personally, in my experience, have seen over the last 1.5 years, I've written so many letters, I've asked to speak to them on so many little issues in Wayanad. Somewhere there's a road, somewhere there's some other problem. Most of the time, I'll tell you, I don't even get a reply. 10 വർഷം കേരളത്തെ പിന്നോട്ട് നയിച്ച സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണം. സാധാരണക്കാരുടെ മനസ്സിലാക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. UDF അധികാരമേറ്റാലുടൻ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. 5 ഗ്യാരണ്ടികളും വിശദമാക്കി. നിലമ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിന്റെയും വണ്ടൂർ മണ്ഡലത്തിലെ AP അനിൽകുമാറിന്റെയും കൈകൾ ഉയർത്തിപ്പിടിച്ച ഇരുവർക്കും വോട്ട് അഭ്യർത്ഥിച്ചു. 48 മിനിറ്റ് നീണ്ട പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷവും റബ്ബർ കർഷകരുടെയും ആദിവാസികളുടെയും മലയോര ജനതയുടെയും അടക്കം വിവിധ വിഷയങ്ങൾ പ്രതിപാദിച്ചു. അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറിൽ രാജ്യ താൽപര്യം അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചതിനെതിരെ രൂക്ഷമായി വിമർശിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം രാജു നായർ പരിഭാഷപ്പെടുത്തി. യോഗത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ CH ഇഖ്ബാൽ അധ്യക്ഷം വഹിച്ചു. PV അബ്ദുൽ വഹാബ് MP, ആര്യടൻ ഷോക്കത്ത്, AP അനിൽകുമാർ, UDF കൺവീനർ NA കരീം, VA കരീം, പാനായ് ജേക്കബ്, ബാബു തോപ്പിൽ, പലോളി മെഹബൂബ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി P തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, ജസ്മൽ പുതിയറ, കൊമ്പൻ ഷംസുദ്ദീൻ, നാസർ കാങ്കട, K രാധാകൃഷ്ണൻ, മച്ചിങ്ങൽ കുഞ്ഞു തുടങ്ങിയവർ പ്രസംഗിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.